ഹായ് ഹലോ നമസ്കാരം. ഫൈസൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് യു എയിലെ വിസിറ്റ് വിസയിലും ഈ അബ്സ്കോണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുന്നേ ദുബായ് എമിഗ്രേഷൻ ഓൾറെഡി പറഞ്ഞു എന്ന് ഫേക്ക് ആയിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി ഇപ്പോൾ ഓൾ ഓവർ യു എ എല്ലാ എമിഗ്രേഷനും വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് വിസിറ്റ് വിസ കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും ഇവിടെ നിൽക്കുന്നവർക്ക് അബ്സ്കോണ്ടിങ് കൊടുക്കാം എന്നുള്ളതാണ്. അതായത് അവരെ എന്താണ് അബ്സ്കോണ്ട് ചെയ്യാന്ന് വെച്ചാൽ പഴയ പോലെ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന പരിപാടി മാത്രമല്ല. അബ്സ്കോണ്ട് ചെയ്ത ആളിനെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാൽ പോലും അവർക്ക് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് കയറാൻ കഴിയാത്തൊരു സാധ്യതയിലേക്ക് വരും. കാരണം വിസ ചേഞ്ച് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിരുന്നാലും എംപ്ലോയ്മെന്റ് വിസയിലേക്ക് പോയാലും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ സ്ഥാപനമുള്ളവരോ ആണെങ്കിൽ പോലും അവരുടെ അണ്ടറിൽ ബാക്കിയുള്ളവർക്കും പിന്നീട് വിസ എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്ഡേറ്റ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് കറക്റ്റ് സമയത്ത്, നമുക്ക് ആരും ഗ്രേസ് പീരീഡോ അല്ലെങ്കിൽ ഒന്നും തരില്ല. ആക്ച്വലി കൃത്യമായി പറയുകയാണെങ്കിൽ 60 ദിവസത്തെ വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ 60 ദിവസത്തിന് മുന്നേ നമ്മൾ റിന്യൂ ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അബ്സ്കോണ്ട് വന്നിരിക്കും. ഇതിപ്പോൾ ദുബായ് ആയിക്കോട്ടെ, അബുദാബി ആയിക്കോട്ടെ, ഷാർജ ആയിക്കോട്ടെ, എല്ലായിടത്തും ഈ നിയമം ബാധകമാണ്. പിന്നെ ഇതില് ഇപ്പൊ അബ്സ്കോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ 5 വർഷമാകാം, 3 വർഷമാകാം, എപ്പോഴായിരുന്നാലും നമുക്ക് പുതിയ വർക്ക് പെർമിറ്റിലേക്ക് മാറാൻ കഴിയില്ല. അത് ചിലപ്പോൾ നിങ്ങളെ ഭാവിയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പല കമ്പനികളും വിസ ഇല്ലാതെ വിസിറ്റ് വിസയിൽ നിങ്ങളെ പണിയെടുപ്പിച്ചുകൊണ്ട് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറാമെന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ വിസിറ്റ് വിസ കഴിയുന്നു. അങ്ങനെ കയറുമ്പോഴും നല്ല പ്രശ്നമാണ്. അവര് ഇപ്പോൾ കമ്പനി കാരണമാണ് നിങ്ങൾക്ക് ഈ വിസയുടെ പ്രശ്നം വരുന്നത്, അബ്സ്കോണ്ടിങ് വരുന്നതെങ്കിൽ പോലും കമ്പനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം യു എയിലെ നിയമപ്രകാരം എംപ്ലോയ്മെന്റ് വിസയോട് കൂടി മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലാതെ വിസിറ്റ് വിസയിൽ നിന്നിട്ട് കമ്പനി പറഞ്ഞു അതുകൊണ്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാതെ നിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് വില പോകില്ല. നിങ്ങൾ നാട് കടത്ത് തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോ ഈ വിസിറ്റ് കഴിയുന്ന മാത്രയിൽ അന്നത്തെ ദിവസം ചിലപ്പോൾ ശനിയും ഞായറുമായിരിക്കാം. അപ്പോൾ ഇമിഗ്രേഷനിൽ ഒന്നും അപ്ഡേറ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് നിന്നാൽ പോലും അബ്സ്കോണ്ടിങ്ങിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായിരുന്നാലും എപ്പോഴും ഈ വിസിറ്റ് വിസക്കാര് അല്ലെങ്കിൽ ക്യാൻസൽഡ് വിസക്കാര് വിസ കഴിയുന്നതിന് മുന്നേ തന്നെ എന്തായിരുന്നാലും പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയോ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുകയോ നാട്ടിലേക്ക് പോവുകയോ ചെയ്യുക. അത് പിന്നീട് നിങ്ങൾക്കത് പ്രതികൂലമായി ബാധിക്കാം. ഓക്കെ.